കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോത്തിനെ ഉണ്ടാക്കുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു പോത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പോത്തെന്ന് പറയുമ്പോൾ കിടന്ന് ഉറങ്ങുന്ന ഒരു രൂപമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു പോത്ത് നിൽക്കുന്നൊരു രൂപമാണ്. നിൽക്കുന്ന രൂപം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഒരു രക്ഷയില്ല. ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഇതറിയുള്ളൂ. 4 കാലിൽ നിർത്തി ഇത് പൊക്കി ഉണ്ടാക്കുമ്പോൾ നല്ല റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. യെസ്, ഇനി നമുക്കത് കുറച്ച് ഉണങ്ങിയ വാഴയുടെ ഇല ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിലിൽ നിന്നിട്ടേ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നല്ല സുഖം, നല്ല തണല കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ ഇതിലിപ്പോൾ 2 ഫാൾട്ട് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ കൊമ്പിൻ്റെ വലുപ്പം കുറച്ച് കൂടിയിട്ടുണ്ട്, അതുപോലെ മുൻപിലെ കാല് നല്ലോണം മുന്നിലേക്ക് തള്ളി വന്നു. അത് ഇത്രയ്ക്ക് വേണ്ട ആവശ്യമില്ല, കുറച്ച് ബാക്കിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ആ 2 ഫാൾട്ട് നമുക്ക് ഒരു രൂപം കിട്ടിയപ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഇനി എന്തായാലും അത് അഴിച്ച് ബാക്കിലേക്ക് ആക്കുക പറയുമ്പോൾ നടക്കില്ല, കാരണം ഇതിൽ ഒരുപാട് കയറ് ചുറ്റി നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് അങ്ങോട്ടാക്കാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്യണില്ല, നമ്മൾ ബാക്കി പണി ചെയ്യണം കേട്ടോ. കൂട്ടുകാരെ അപ്പോൾ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചളി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു അരണയുണ്ട്, ഇതിനകത്തൊരു അരണ കയറി കൂടിയിട്ടുണ്ട് കേട്ടോ. കൂട്ടരെ എന്നത്തെയും പോലെ അല്ല കേട്ടോ, ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആളുടെ അടിഭാഗത്തായിട്ട് മണ്ണ് പിടിക്കുന്നില്ല, സെറ്റാവുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൊരു കോട്ടൻ്റെ ചാക്കാണ്. അപ്പോൾ ഈ ചാക്ക് കയറി അടിഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മണ്ണ് പിടിക്കാത്ത കാര്യമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. കണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് അവിടുന്ന് കുറച്ച് മണ്ണ് ഇവിടെ എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മളിതാ കൊമ്പന് മണ്ണ് വെച്ച് കൊടുക്കണം കേട്ടോ. മൂക്കിത് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പോത്തിന് ഇനി വാല് വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുക്കാം. അങ്ങനത്തെ വാല് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാഴ ഇലയിൽ തന്നെയാണ് നമ്മൾ വാല് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ കമ്പി ചുറ്റി എടുത്തിറക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, ബെൻഡാക്കണമെങ്കിൽ ബെൻഡാക്കാം, വളയ്ക്കണമെങ്കിൽ വളയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ കവുങ്ങിൻ്റെ പാളയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കേട്ടോ. അപ്പോൾ ഇത് ചെവിയായിട്ട് നമുക്കിതാ ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി മണ്ണ് വയ്ക്കാനായിട്ടുള്ളത് ഈ ഒരു വാലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് അതുകൂടി വെച്ച് കൊടുക്കാം കേട്ടോ.
കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പോത്തിൻ്റെ വാല് സെറ്റ് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത് കളറിംഗ് ആണ്. അപ്പോൾ ഒന്ന് നമ്മൾ ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഇന്ന് തീർക്കാവുന്ന കാര്യമല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് അത് പെട്ടെന്നോട് ചെയ്യാം, പെട്ടെന്നോട് ചെയ്യാം കേട്ടോ. മനസ്സിലായി കൂട്ടുകാരെ? അങ്ങനെ നമ്മുടെ പോത്തിൻ്റെ പരിപാടി തടപ്പെടാതെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല, തടപ്പെടാം. അപ്പോൾ നമ്മുടെ പോത്തിനെ കാണാം. ഇന്ന പോത്ത് എന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് പോത്തായിട്ടും കണക്ക് കൂട്ടാം, അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ നമ്മുടെ പോത്തിനെ കാണാം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയിട്ടുള്ള പോത്തിനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.